അള്ളാഹുവിന്റെ മുമ്പിൽ ശാപം ലഭിക്കുന്ന 3 വിഭാഗമുണ്ടെന്ന് നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയും നബി തങ്ങളുടെ കുടുംബക്കാരനും സയ്യിദും തങ്ങൾ കുട്ടിയുമായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ 3 യൽഅനുഹുമുല്ലാഹ് 3 വിഭാഗം അല്ലാഹുവിന്റെ ശാപം കിട്ടുന്നവരാണ്. ഒന്ന് റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ. ഒരു പള്ളിയിലെ ഇമാമ്, ജനങ്ങൾക്കാർക്കും അയാളെ ഇഷ്ടമില്ല, അയാളെ പിരിഞ്ഞു പോവില്ല. അങ്ങനെ ഇമാമ് നിൽക്കുന്ന ഒരാൾ, ബാക്കിലുള്ള മുഴുവൻ ആളുകൾക്കും വെറുപ്പാണ്. അങ്ങനെ വെറുപ്പോടുകൂടെ ഇമാമ് നിൽക്കുന്ന ആൾ അള്ളാഹുവിന്റെ ശാപമുള്ളവരാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. വംറഅതുൻ, പിന്നെ ഒരു പെണ്ണ്, ബാതത് വസൗജുഹാ അലൈഹാ സാഖിത്, ഭർത്താവിന്റെ കോപത്തോടുകൂടെ അന്തിയുറങ്ങുന്ന പെണ്ണ്. ഭർത്താവ് കോപിച്ചു, അള്ളാഹു അനുവദിക്കുന്ന വിഷയത്തിൽ ഭർത്താവ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവളോട്, അത് അള്ളാഹുവിന് ഇഷ്ടമല്ല, അത് ചെയ്യാത്തതിന്റെ പേരിൽ ഭർത്താവ് കോപിച്ചു, ഒരു കുഴപ്പമില്ല. ഉമ്മയും വാപ്പയും കോപിച്ചു എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല. ദുന്യാവ് മൊത്തം കോപിച്ചു എന്ന് വിചാരിക്കുക, നത്തിങ് ടു വറി അബൌട്ട്. പക്ഷേ അള്ളാഹു അനുവദിക്കുന്ന ഒരു വിഷയത്തിൽ അവൾ അനുസരണക്കേട് കാണിച്ചപ്പോ ഭർത്താവിന് അവളോട് വെറുപ്പായി. അങ്ങനെ ഒരു രാത്രി കഴിച്ചുകൂട്ടിയാൽ ആ നേരം പുലരുന്നത് വരെ അള്ളാഹുവിന്റെ ശാപം ആ പെണ്ണിനുണ്ടാകുമത്രേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വറജുലുൻ സമിഅ ഹയ്യ അലസ് സ്വലാത്തി ഹയ്യ അലൽ ഫലാഹി ഫലം യുജിബുഹു. ഹയ്യാല സ്വലാന്നും ഹയ്യാൽ ഫലാന്നും കേട്ടിട്ട് ഉത്തരം കൊടുക്കാത്ത ആളുകൾ. ഹയ്യാല സ്വലാ ഹയ്യാൽ ഫലാന്ന് വിളിച്ചിട്ട് നിസ്കരിച്ചില്ല, അങ്ങനത്തെ ആളുകൾ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. നിങ്ങളെ നിസ്കരിച്ചില്ല എന്ന് മാത്രമല്ല, ആ നേരത്ത് വല്ല തെറ്റുകൂടെ ചെയ്യുകയാണെങ്കിൽ എന്താ അവസ്ഥ അല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചില ആളുകൾ രാവിലെ നേരം വെളുക്കുന്ന വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ നിസ്കാരം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. അൽഹദുല്ലദീ ബൈനനാ وبينهم الصلاة الأحد الذي بيننا وبينهم الصلاة من تركها فقد كفر. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമല്ലേ? നിസ്കാരമില്ലാത്തവൻ എന്ത് മുസ്ലിമാണ്? നമ്മളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. അത് ചെയ്യാത്തവൻ ഫഖദ് കഫറ, അവൻ കാഫിറാണ്. ഹംബലി മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചത് വലിയ അത്ഭുതമാണ്. അവര് പറഞ്ഞു കുഫർ എന്ന് പറഞ്ഞാൽ കുഫർ തന്നെ. അവനെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല. ലാ യുസവ്വജു, അവനൊരു പെൺകുട്ടിയെ മുസ്ലിം കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുപ്പിക്കാൻ പാടില്ല. വലാ യുഗ്സലു വലാ യുദ്ഫനു ഫീ മഖാബിരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മഖബറയിൽ അവനെ മറവ് ചെയ്യാനും പോലും പാടില്ല എന്ന് പറഞ്ഞ ആലിമീങ്ങളുണ്ട്. വജമാഅത്തും മിന ശാഫിഇയ്യ, ഷാഫി മദ്ഹബിലെ ചില ആലിമീങ്ങളും. പക്ഷെ നമ്മുടെ മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായത്തിൽ അവ ജഹദ് നിഷേധിച്ചാൽ അവൻ കാഫിറാൻ, പക്ഷെ നിസ്കരിക്കാത്തവൻ കാഫിർ എന്ന് നമ്മുടെ മദ്ഹബിൽ പറയില്ല. ബാക്കി മദ്ഹബുകളൊക്കെയും ഈ ഹദീസ് വെച്ച് കണിശമായ നിലപാടുകളാണ്. അപ്പൊ നമ്മൾ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ആലോചിച്ച് നോക്കി. രാവിലെ ദുഹർ ഖളാ, അസ്ർ ഖളാ, മഗ്രിബ് ഖളാ, പിന്നെ ഇശാന്റെ കൂടെ ഒരുമിച്ച് തറാവി നിസ്കരിക്കണ പോലെ നിസ്കരിക്കാൻ റൂം പോയിട്ട് എന്താ അതുകൊണ്ട് കാര്യം? കിതാബം മൗഖൂത, നിസ്കാരങ്ങളൊക്കെ ടൈം പ്രിസ്ക്രൈബ്ഡ് ആണ്. അതാ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യണം. എന്തിനാണെന്നറിയോ? ഓരോ ചെക്ക് പോസ്റ്റിൽ പഞ്ചിങ് ഉണ്ടല്ലോ, ആ പഞ്ച് ചെയ്യുന്ന പോലെ ഓരോരോ നേരം അള്ളാഹുമായുള്ള കണക്ഷനായി കഴിഞ്ഞാൽ ഈ 2 നിസ്കാരത്തിന്റെ ഇടയിലുള്ള സമയം സെക്യൂർഡാണ്. അത് വളരെ സെക്യൂർഡാണ്. പിന്നെ അപ്പോഴേക്കും അടുത്ത നിസ്കാരായി അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് പറയും, അല്ലാഹുവേ എന്റെ ജീവിതം നിനക്കാ റബ്ബേ, ഇന്ന സ്വലാത്തി വനുസുകി, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ അനക്കവും അടക്കവും നിനക്കാണ് റബ്ബേ. എഴുന്നേറ്റു. അടുത്ത നിസ്കാരത്തിന്റെ ഇടയിലുള്ള ആ ഓട്ടത്തിൽ പിന്നെ തെറ്റ് ചെയ്യാൻ അവന് കഴിയില്ല. അപ്പൊ നിസ്കരിക്കുകയാണ്, കള്ളുടിക്കാതെ ഉറക്കം വരൂല, ആൾക്കാരുണ്ടാവും. നിസ്കരിക്കുകയാണ്, എല്ലാ തോന്നിവാസം ചെയ്ത് നിസ്കരിക്കുകയാണ്, പലിശ ഏർപ്പാടാണ്. അങ്ങനെയൊക്കെ വന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ ഉറപ്പായ അടയാളമാണ്. ചിലപ്പോൾ നിസ്കാരമൊക്കെ റെഡിയാണ്, പക്ഷെ എല്ലാ തോന്നിവാസം കാണും, അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് കേൾക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം എല്ലാ തിന്മയിൽ നിന്നും നിങ്ങളെ വിരോധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിക്കപ്പെടുന്ന നിസ്കാരം അങ്ങനെയാണെന്നാണ്. അപ്പൊ നമുക്ക് നിസ്കാരമുണ്ട്, എന്നാൽ ഇവന് തോന്നിവാസം കാണാൻ പാടില്ലാത്തത് കാണണം, പറയാൻ പാടില്ലാത്തത് പറയണം.
അങ്ങനെയൊക്കെ മനസ്സുണ്ടെങ്കിൽ അർത്ഥം എന്താ? നമ്മളെ നിസ്കാരം ശരിയായിട്ടില്ല എന്നെ അർത്ഥം. നിസ്കാരം ശരിയായിട്ടില്ല. നിസ്കാരം ശരിയായാൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവൻ അത് സഹായിച്ചു. അത് ഉറപ്പാണ്. നിസ്കാരം കൊണ്ട് അവന് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നു. വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ നിസ്കാരമായിട്ടില്ല. ഇപ്പൊ നമ്മളൊരു റീതിങ്കിങ്ങിന്റെ സമയമാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരമൊക്കെ ഖബൂലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. كان رسول الله صلى الله عليه وسلم في خدمة أهله. നബി തങ്ങൾ അവിടുത്തെ വീട്ടുകാർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരായിരുന്നു. യഖ്ശിഫു നഅലഹു, അവിടുത്തെ ചെരുപ്പ് നബി തങ്ങൾ നന്നാക്കുമായിരുന്നു. വയഅജിനുൽ അജീന അഹ്യാന, നബി തങ്ങൾ ചിലപ്പോൾ മാവ് കുഴച്ചു കൊടുക്കുന്നവരാണ്. അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്താ വിഷയം എന്നറിയോ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, വീട്ടുകാരുടെ കൂടെയാണ്, അവരോട് തമാശ പറയും, അവരിൽ ഒരാളായിട്ട് നിൽക്കുന്ന വിധങ്ങൾ. പക്ഷേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാങ്ക് വിളി കേട്ടാൽ കഅന്നഹു ലം യഅരിഫ്നാ വലം നഅരിഫു, നബി തങ്ങൾ ഞങ്ങളെയും അറിയില്ല, ഞങ്ങൾക്ക് നബിയെയും അറിയില്ല. നബി തങ്ങൾ ഖറജ ഇല സ്വലാ, നിസ്കാരത്തിന് പുറപ്പെടും. അങ്ങനെയായിരുന്നു നബി തങ്ങളെന്ന് അവിടുത്തെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റിദ്വാനുല്ലാഹി അലൈഹിൻ അജ്മഈൻ അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു തരാണ്. നിസ്കാരത്തിന്റെ നേരായ പിന്നെ നമ്മൾ ജോലി തിരക്കിനിടെ നിസ്കരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ എന്ത് എക്സ്ക്യൂസ് അള്ളാഹുവിന്റെ അടുത്തൊക്കെ പറയാൻ പറ്റുമോ? നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. എങ്ങനെ നമ്മൾ പറയാ? ലോകത്ത് എവിടെ ജീവിച്ചാലെന്താ? വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യാൻ പറ്റൂലേ? എല്ലാ മൊബൈൽ ഫോണിലും ഒരു ഖിബിലന്റെ ആപ്പെങ്കിലും കിട്ടൂലേ? ഖിബില തിരിയില്ലെങ്കിൽ എന്ത് എക്സ്ക്യൂസ് നമ്മുടെ മുമ്പിലുള്ളത്? ഒരു എക്സ്ക്യൂസും ഇല്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. രാവിലെ എഴുന്നേറ്റ് പോയി ശരീരം വിൽക്കുകയും നിസ്കാരം നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് വീഴ്ത്തുകയും നിസ്കാരം കൃത്യമായി നിർവഹിച്ച് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഇങ്ങനെ രാവിലെ പുറപ്പെടുന്നവരാണ്. വൈകുന്നേരമാകുമ്പോൾ രണ്ട് റിസൾട്ടാണ് ഉണ്ടാവുക. ചിലർ ശരീരം മോചിപ്പിച്ചു കാണും, ചിലർ ശരീരം നരകത്തിലേക്ക് കൊടുത്തു കാണും. ഇതിൽ നിങ്ങൾ ഏതിൽപ്പെട്ടതാണ്? ഇതാണ് നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യം. നമ്മൾ ഏതിലാണ്? അല്ലാഹുവേ, നമുക്ക് നന്നാവാനും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ഈ ഒത്തുചേരൽ നിമിത്തമാക്കി തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ ഒരു ഭാഗത്ത്, നിസ്കാരത്തിലായിട്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ഭാഗത്ത്. ഇപ്പുറം മഹാനായ സാബിത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ പേരക്കുട്ടിയാണ്. സാബിത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, അവരുടെ മക്കൾ പറയാണ്, വാപ്പ എപ്പോഴും ദുആ ചെയ്യുന്നു ഞങ്ങൾ കേൾക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ മീതത്തൽ ഹസന, അല്ലാഹുവേ എനിക്ക് നല്ല മരണം നൽകണമേ, എനിക്ക് നല്ല മരണം നൽകണേ എന്ന് എപ്പോഴും സാബിത്ത് ഇബ്നു ആമിർ എന്നവർ ദുആ ചെയ്യും. താബിഈയാണ്. ഈ ദുആ കേൾക്കുമ്പോൾ മക്കൾ ചോദിക്കും, വാപ്പാ വമൽ മീതത്തുൽ ഹസന, എന്താണ് വാപ്പാ ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ? പറഞ്ഞു, മക്കളെ, അൻ അമൂത വ അന സാജിദ്, സുജൂദിൽ കിടന്നിട്ട് മരിക്കണം എന്നാ വാപ്പാന്റെ ആഗ്രഹം. അതിനാണ് വാപ്പ ഈ ദുആ ചെയ്യുന്നത്. നല്ല മരണം നൽകണേ എന്ന് പറഞ്ഞാൽ സുജൂദ് കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം വേണം. എന്താ അത്ഭുതം എന്നറിയോ? അന്ന് മഗ്രിബിന് വാങ്ക് കൊടുക്കുകയാണ്. മഹാനായ സാബിത്ത് ഇബ്നു ആമിർ എന്നവർ വീട്ടിൽ സക്കറാത്തിൽ കിടക്കുന്ന നേരമാണ്. വാങ്ക് കേട്ടപ്പോഴേക്കും പറഞ്ഞു, എന്നെ കൊണ്ടുപോകൂ പള്ളിയിലേക്ക്. സക്കറാത്തിൽ മൗത്തിലല്ലയോ നിങ്ങൾ കിടക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇനി പള്ളിയിലേക്ക് പോവേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ മഅ്സൂറാണ്, നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ടല്ലോ. എക്സ്ക്യൂസ്, നമ്മൾ പനിയും തലവേദനയായാൽ തന്നെ മുടി പോച്ച് കിടക്കുക, നിസ്കാരമില്ല, ജുമുഅല്ല, അല്ലേ? വയറുവേദന കൂടെ ഉണ്ടെങ്കിൽ 2 ആഴ്ചത്തേക്ക് നിസ്കാരമില്ല. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ ആലോചിച്ചു. സക്കറാത്തിന്റെ നേരത്ത് കിടക്കുമ്പോ യഹ്മിലൂനി ഇലൽ മസ്ജിദി وينادي المنادي حي على الصلاة فكيف لا أجيبه, അല്ലാഹുവിന്റെ വിളിയാളം വരുന്നുണ്ട്, നിസ്കാരത്തിലേക്ക് വരണേ എന്ന് വിളിക്കുമ്പോ ഞാൻ എങ്ങനെയാണ് അതിന് ഉത്തരം കൊടുക്കാതിരിക്കുക? യഹ്മിലൂനി, എന്നെ ചുമന്നു കൊണ്ടുപോകിൻ. അങ്ങനെ കൊണ്ടുപോയതാ മഗ്രിബ് നിസ്കാരത്തിൽ. ഒന്നാമത്തെ റക്അത്ത് ഇരുന്ന് നിസ്കരിച്ചു, രണ്ടാമത്തെ റക്അത്തും കഴിഞ്ഞു, മൂന്നാമത്തെ റക്അത്തിലെ സുജൂദിൽ കിടന്നപ്പോഴാണ്
പിന്നെ എഴുന്നേറ്റിട്ടില്ല. സജദത്തുൽ അഖീറ, അവസാനത്തെ സുജൂദായിരുന്നു. ആ മഗ്രിബിന്റെ അവസാനത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ നിന്ന് തലപൊക്കാൻ കഴിയാതെയാണ് മഹാനായ സാബിത്ത് ഇബ്നു ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹും ആ മഹാനവറുകൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മീതത്തൽ ഹസന, നല്ല മരണം നൽകണേ റബ്ബേ. എന്താണ് വാപ്പാ ഉദ്ദേശിക്കുന്നത്? അന്നമൂത വ അന സാജിദ്, സുജൂദിൽ കിടന്ന് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതൊരു മഗ്രിബിന്റെ സുജൂദിലായി അല്ലാഹു ഉത്തരം കൊടുത്തു മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ നഫ്സിനെ വിൽക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലര് വിൽക്കുന്നുണ്ട്. നിസ്കാരം ഖളാ, വുദു ശരിയായിട്ടില്ല, ഖിബ്ല ശരിയായിട്ടില്ല, വസ്ത്രം ശരിയായിട്ടില്ല, ഔറത്ത് മറഞ്ഞിട്ടില്ല, നിസ്കാരത്തിന് മുഴുവൻ മറ്റെന്തൊക്കെയോ ചിന്തകളും. അങ്ങനത്തെ നിസ്കാരവും വലിയ വിഷയമാണ്. മുഅ്മിനീങ്ങളുടെ നിസ്കാരം നമ്മളും കാഫിര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരമൊക്കെ എന്താണെന്ന് വലിയ ഗൗരവമാണ്. അത് പറയാനും പോലും എനിക്ക് അവകാശമില്ല. പക്ഷെ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എത്ര കണ്ട് ഓർക്കുന്നുണ്ട് എന്ന വിഷയം. അള്ളാഹുവാണ് ഏറ്റവും വലുത്. അല്ലാഹു അക്ബർ, അള്ളാഹാണ് ഏറ്റവും വലുത്. അപ്പോഴാണ് തൊട്ട് മുമ്പത്തെ ആളുടെ ടീഷർട്ടിന്റെ ബാക്കിൽ ഫ്ലൈ എമിറേറ്റ്സ്, റബ്ബേ എമിറേറ്റ്സിലേക്ക് ജോലി ഇട്ടോ. സുബ്ഹാനല്ലാഹ്, അള്ളാഹാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് തുടങ്ങാൻ ഏതെങ്കിലും കമ്പനിന്റെ ലോഗോ കാണുന്നു, LG ലൈഫ് ഈസ് ഗുഡ്. പഠിച്ചോനെ, എന്റെ ലൈഫിന്റെ അവസ്ഥ എന്താ? അല്ലെങ്കിൽ ഒരു ഈച്ച വന്നു, ഒരു കൊതുക് വന്നു, നമ്മളത് കാണുമ്പോഴേ അതിന്റെ പിന്നാലെ ആയിപ്പോയി, അത് നിന്റെ അടുത്തേക്ക് വരും, നീ എവിടെ പോയിട്ടൊക്കെ മുമ്പ് വരുന്നത്. ഇങ്ങനെ നമ്മൾ അള്ളാഹ് വലുതെന്ന് പറഞ്ഞു ഈ സാധനങ്ങളൊക്കെയാണ് പിന്നെ വലുത്. നമ്മുടെ നിസ്കാരത്തിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഗുരുതരമായ വീഴ്ചയാണ്. നമ്മൾ പറഞ്ഞു ഗുരുതരമായ വീഴ്ചയാണ്. ഒരു യോഗാഭ്യാസനത്തിന് ഇരിക്കുന്ന ഒരാൾക്ക് കോൺസെൻട്രേഷൻ തെറ്റൂലെന്ന്. യോഗാഭ്യാസത്തിന് ഇരിക്കുന്നവരുണ്ടല്ലോ, അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ പിടുത്തം പിടിച്ചാൽ അവരുടെ മനസ്സ് ഭയങ്കര ഏകാഗ്രമാണ്. പക്ഷെ 5 മിനിറ്റ് നിസ്കാരത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. ഇതാണ് പ്രശ്നം. 5 മിനിറ്റ് നിസ്കാരത്തിൽ മനസ്സ് മുഴുവൻ കിട്ടണില്ല. തുടക്കത്തിൽ ഫാത്തിഹയിലൊക്കെ ഉണ്ടായിരുന്നു, വലല്ലാഹി പറഞ്ഞപ്പോഴേക്കും പോയി. അങ്ങനെയാണ്. അല്ലെങ്കിൽ റുക്കുഴ് വരെ കിട്ടി, സുജൂദിലെത്തിയപ്പോഴേക്കും നാട്ടിൽ പോയി. ഇങ്ങനെ 5 മിനിറ്റ് നിസ്കാരത്തിൽ നിൽക്കാൻ പറ്റണില്ല. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പൈസ പോയൊരു കേസ് വന്നല്ലോ. പൈസ എവിടെയാണ് ഞാൻ കുഴിച്ചിട്ടത് എനിക്ക് ഓർമ്മയില്ല. അന്നത്തെ ബാങ്ക് ലോക്കറുകൾ അങ്ങനെയാണ്, ഭൂമിയിൽ കുഴിച്ചിടലാണ്. ഇന്നാലിന്ന തോട്ടത്തിലെ ഇന്നാലിന്ന വൃക്ഷം അസ്ർ നിസ്കാരത്തിന്റെ നേരത്തെ ഇന്ന മാസം അസ്റിനെ വാങ്ങിക്കൊടുക്കുമ്പോ എവിടെയാണോ അതിന്റെ നിഴൽ അവസാനിക്കുന്നത് അവിടെ കുഴിച്ചിട്ടു. അങ്ങനെയൊക്കെ പറയാം. മക്കളോട് പറഞ്ഞു കൊടുക്കാം, പാപ്പാന്റെ സ്വത്ത് എവിടെയാണ്. നമ്മൾ ഭൂമിയിൽ നിധി കിട്ടിയെന്നൊക്കെ പറയില്ലേ, അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു, പൊന്നാര ഇമാം അവറുകളെ, എന്റെ നിധി എവിടെയാ വെച്ചത് എനിക്ക് ഓർമ്മ ഇല്ല. അപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ കിട്ടുന്നാരോ പറഞ്ഞു ഫിഖ്ഹിന്റെ അഹ്ലുകാർക്ക് ഇതിൽ എന്ത് പറയാൻ, നിങ്ങളെ വയസ്സ് പോയി എന്ത് ഫഖീഹന്മാര് പണ്ഡിതന്മാർക്ക് എന്ത് പറയാനാ? എന്നാലും രാത്രി എഴുന്നേറ്റ് അള്ളാഹ്ക്ക് വേണ്ടി 4 റക്അത്ത് നിസ്കരിക്കുക, എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. നിസ്കരിച്ചോളൂ. നിസ്കാരത്തിന് അങ്ങ് നിന്നപ്പോഴേക്കും ഓർമ്മ വന്നു, കൈ അഴിച്ചിട്ട് ഒരൊറ്റ ഓട്ടം കിട്ടി എന്ന് പറയുന്നത്. ഇമാം അവറുകൾ ചോദിച്ചു, അല്ല കിട്ടിയോ? കിട്ടി. ഹൽ അത്മംത ലില്ലാഹി തിൽക സ്വലാഹ്, ആ നിസ്കാരം അല്ലാഹു പൂർത്തിയാക്കിയോ എന്ന് ചോദിച്ചു. ഇല്ലല്ല, ഞാൻ ആ റാഹത്തിൽ കൈ അഴിച്ച് ഓടിപ്പോയി. അപ്പൊ പറഞ്ഞു, എനിക്കറിയാമായിരുന്നു 4 റക്അത്ത് നിന്നെ നിസ്കരിപ്പിക്കാൻ ഇബ്ലീസ് സമ്മതിക്കൂല എന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് നിനക്ക് അവൻ ഓർമ്മിപ്പിച്ചു തന്നതാണ്. നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥകൾ അതാണ്. നമ്മൾ നിൽക്കുമ്പോഴേക്കും പലതും ഓർമ്മ വരാണ്. അപ്പൊ അള്ളാഹുവിന്റെ വലിയ സഹായം കിട്ടുന്നവർക്ക് റബ്ബിന്റെ മുനാജാത്താണത്. മിഅ്റാജാണ് നിസ്കാരം. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണെന്ന് പറയാം. മിഅ്റാജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കൊരു ഇവിടുത്തെ കാര്യമായ ഒരു ഷെയ്ഖിന്റെ വീട്ടിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ അപ്പോയിന്റ്മെന്റ് കിട്ടി എന്ന് വിചാരിക്കുക. നിങ്ങൾ ഗേറ്റ് 8 മണിക്കാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ്, നിങ്ങൾ 7:30 അവിടെ മിനിമം എത്തിയിട്ടുണ്ടാവും അല്ലെ? അകത്തേക്ക് കടത്തുന്നു, നിങ്ങൾ വെയിറ്റ് ലിസ്റ്റിലേക്ക് വിടുന്നു, അകത്തേക്ക് കടത്തി വിടുന്നു. നിങ്ങൾ ആ ഒരു പേഴ്സണാലിറ്റിയുടെ മുമ്പിൽ, ആ ഒരു ആരാണോ നിങ്ങളുടെ മുമ്പിലുള്ളത്, ആ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ എത്ര ഭവ്യതയോടുകൂടെ നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നുണ്ടോ? പഠിച്ചോനെ, എന്റെ കുറച്ചും കൂടെ കാര്യം പറയാണ്ട് എന്റെ സമയം തീരാനായല്ലോ, എന്റെ മറ്റേ കാര്യം കൂടെ അതും കൂടെ പറയട്ടെ, ഈ ബിസിനസിന്റെ ആ ബിസിനസിന്റെ ഇതിൽ സമയം കഴിഞ്ഞു പോവാ.
ദുന്യാവിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഇങ്ങനെയാണ്. അള്ളാഹുമായുള്ള അപ്പോയിന്റ്മെന്റിന്റെ അത്ഭുതം എന്ന് വെച്ചാൽ അബ്ദ് എപ്പോൾ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നവനാണ് അള്ളാഹുമായുള്ള അപ്പോയിന്റ്മെന്റിന്റെ വിഷയം. നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഇപ്പൊ വേണോ? വുളൂഎടുത്തോളൂ, അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിങ്ങളുള്ളത്. ലാ യുസ്രിഫുല്ലാഹു വജ്ഹ ഹത്താ യുസ്രിഫൽ അബ്ദു വജ്ഹഹു. നിസ്കരിക്കുന്ന മനുഷ്യൻ മുഖം തിരിക്കുന്നവരെ അള്ളാഹു മുഖം തിരിക്കില്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ആള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് മുഖം തിരിക്കുന്നത് വരെ അള്ളാഹു അവന്റെ വജ്ഹ് അയാളിന്ന് തിരിക്കുകയില്ല. നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും അള്ളാഹുവിന്റേത്. ദുന്യാവിലൊരു മഖ്ലൂഖിന്റെ അങ്ങനെ കിട്ടൂല. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ സമയമാണ് ഈ 5 മിനിറ്റ് 4 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ നമ്മുടെ നിസ്കാരം. ആ നിസ്കാരം ഭവ്യതയോടുകൂടെ ഒതുവെടുത്ത് അതിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുന്ന മനസ്സുകൊണ്ട് പാകപ്പെടും. നമ്മുടെ നിസ്കാരത്തിന്റെ പ്രിപ്പറേഷൻ ആണത്. സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് ഫർദിലേക്ക് ഡയറക്റ്റ് ഫർദിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ അതിന് മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വാട്സപ്പ് വൈഫൈ ഒക്കെ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 2 റക്അത്ത് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് കാത്തിരിക്കുന്നു, എന്നിട്ട് ഫർദിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സുന്നത്തും കൂടെ വേണം. നമ്മുടെ മനസ്സിന്റെ ആ ഒരു കോൺസെൻട്രേഷന്റെ ഡെൻസ് അതങ്ങോട്ട് ഒന്ന് ലഘൂകരിക്കാനാ പിന്നെ അടുത്ത സുന്നത്ത് നിസ്കാരം. അല്ലാഹുവേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയ വലിയ നഷ്ടങ്ങൾ നമുക്ക് വരികയാണ് ഓരോ ദിവസം കഴിയും തോറും. അല്ലാഹു നമുക്ക് അവന്റെ മുമ്പിലുള്ള മുനാജാത്ത് അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നടത്താൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് താ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, പിന്നെ വരുന്നത് ജീവിതത്തിന്റെ വിഷമസന്ധികളാണ്. ഓരോ ദിവസത്തിനും ടെൻഷനുകൾ ഉണ്ടാവും, പല ജാതി വിഷയങ്ങൾ, ചില ഫോൺ വിളികൾ, ചില ആളുകളുടെ വർത്തമാനങ്ങൾ, ചില ആളുകളുടെ ചർച്ചകൾ, ചില ആളുകളുടെ ഇടപെടലുകൾ, ചില ആളുടെ പെരുമാറ്റങ്ങൾ നമുക്ക് മനസ്സിൽ ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാക്കും, വലിയ സങ്കടം തോന്നിക്കും. ഇതെല്ലാം കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ നമ്മുടെ മനസ്സിന്റെ സന്തപ്തമായ, നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കും. അള്ളാഹു സങ്കടപ്പെടുന്നവർക്കൊക്കെ കൂലി കൊടുക്കുന്ന പറഞ്ഞ അള്ളാഹു നമുക്ക് വിഷമങ്ങൾക്ക് അള്ളാഹു കൂലി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ കൂലി കിട്ടണെ കുറച്ച് സങ്കടം ഉണ്ടാക്കുന്ന ആൾക്കാർ വേണം, സങ്കടം ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാർ വേണം. അപ്പോഴല്ലേ സങ്കടപ്പെടുന്നവർക്ക് കൂലി കിട്ടുള്ളൂ. അങ്ങനെയാണ്. ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ, ഒരു ടെൻഷനോ ഒരു വിഷമമോ, വലാ നസബിൻ വലാ വസബിൻ, ഒരു ക്ഷീണമോ ഒരു രോഗമോ എന്ത് വന്നാലും അള്ളാഹു അവന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും അവരുടെ നന്മകൾ ഉയർത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത് നമുക്ക് ഖൈറാണ്. അത് ഖൈറാണ്. അബൂ ദുഐബുൽ ഹുദലി റളിയല്ലാഹു അൻഹുവിനാണ് ഒരൊറ്റ ദിവസം 8 മക്കൾ നഷ്ടമായത്. ഒരൊറ്റ ദിവസം അന്ന് പ്ലാഗ് രോഗം പിടിപെട്ട് സ്വന്തം മക്കളിൽ 8 പേരും, അബൂ ദുഐബുൽ ഹുദലി റളിയല്ലാഹു അൻഹു 8 മക്കളും ഒരു ദിവസം മരിച്ചുപോയ വാപ്പയാണ് അബൂ ദുഐബുൽ ഹുദലി റളിയല്ലാഹു അൻഹു. ഒറ്റ വാക്കാ പറഞ്ഞത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ. തരുന്നത് അല്ലാഹുവിനാ, കൊണ്ടുപോകുന്നതും അല്ലാഹുവിനാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ പറയാൻ കഴിയും, വലിയ വിഷയമാണ്. എന്തുകൊണ്ട്? ഖൽബിലേക്ക് അല്ലാഹുവിനെ സ്വീകരിക്കുമ്പോൾ വിഷയങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിന് ഉറച്ച ഈമാൻ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തിൽ ഇരിക്കല്ലേ, ചെറിയൊന്ന് ക്ഷീണം വന്നു തോന്നുന്നു അല്ലേ? സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ഒന്നുകൂടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. നിങ്ങളുടെ ദുആയിലേക്ക് ഉൾപ്പെടുത്തണേ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.